അമ്മേ, സത്യേട്ടനും പ്രതിഭയും വന്നു. വായേട്ടാ. വാ, നടക്ക്. അവിടെ നിൽക്ക്. എങ്ങോട്ടായി തിരക്കിട്ട് തള്ളിക്കയറി വരുന്നേ? ഒരു ഗർഭിണി പെണ്ണ് വീട്ടിൽ കയറി വരുമ്പോ ദോഷങ്ങൾ ഒഴിഞ്ഞു മാറ്റി വീട്ടിൽ കയറ്റുക എന്നൊരു ചടങ്ങുണ്ട്. അതെങ്ങനെയാ? എല്ലാത്തിനും ധൃതിയില്ലേ? ആ, കുറച്ചേരം ഇവിടെ നിൽക്കി, ഞാനിപ്പോ വരാം. ദൈവമേ, എന്റെ മകന്റെ പെണ്ണിനും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും ഈ വീട്ടിലൊരാപത്തും വരുത്താതെ കാത്തോളണേ. ആ മോളെ സോനെ, ഇനി ഇവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കോ. വലതുകാലം വെച്ച് കേറിക്കോ പ്രതിഭേ. കേറിക്കോ. വാ. ഇത്രയുള്ളൂ അമ്മയുടെ കാര്യം. എന്ത് കരുതലോടെയാ അമ്മ അമ്മയുടെ കടമ ചെയ്തത്. ഇനി നീ അമ്മ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോയാ നിനക്കിവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പ്രതിഭേ. അമ്മ ആരതി ഒഴിഞ്ഞ് നിന്നെ സ്വീകരിച്ചെങ്കിൽ അതിന്റെ അർത്ഥം അമ്മ മനസ്സുകൊണ്ട് നിന്നെ അംഗീകരിച്ചു എന്ന്. വാ വാ സത്യേട്ടാ. നാശത്തിനെയും കൂട്ടി വന്നിരിക്കുക എന്റെ മോൻ. കാണിച്ചു കൊടുക്കാൻ ഞാൻ. ഞാൻ ആദ്യം തന്ന ലേഹ്യം നീ കൃത്യമായിട്ട് കഴിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഗുരുക്കളോ അത് കൃത്യമായിട്ട് പറഞ്ഞു. ആര് പറഞ്ഞിട്ടാ പ്രതിഭ നീ അത് കഴിക്കാതിരുന്നേ? ഞാൻ പറഞ്ഞിട്ടാ. എടി നീ എന്താടി ഇവിടെ? എടിയ ലേഹ്യം ഇങ്ങോട്ട് താടി, താ ഇങ്ങോട്ട്. എന്തിനാ ഇത് പ്രതിഭയ്ക്ക് കൊടുത്തിട്ട് ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനാണോ? അതിന് ഞാൻ സമ്മതിക്കില്ല. നീ ആരാടി ഇതൊക്കെ പറയാൻ? നിന്നെ ആരാ ഈ വീട്ടിൽ കയറ്റിയത്? എടാ സുധാ, പ്രഭാവതി. അതെ, അവരെ ഇതിൽ ഉൾപ്പെടുത്തണ്ട. ഇത് നമ്മൾ തമ്മിൽ തീർക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എടി, ആദ്യം നിങ്ങൾ പ്രതിഭയ്ക്ക് കൊടുത്ത ലേഹ്യം ഞാൻ ലാബിൽ കൊണ്ട് പരിശോധിപ്പിച്ചായിരുന്നു. അതിന്റെ റിസൾട്ടാണിത്. ഇത് മാത്രം മതി നിങ്ങളെ നിങ്ങളുടെ മാടം കണ്ടി ഗുരുക്കളെയും പിടിച്ച് അകത്തിടാൻ. നീ എന്താടി എന്നെ പേടിപ്പിക്കുവാണോ? ഡി, എന്നെ ഭീഷണിപ്പെടുത്താനാണോ നീ ഇവളെ പിടിച്ചവിടെ നിർത്തിയിരിക്കുന്നേ? എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചത് അനുചേച്ചിയെ. അമ്മ ഇങ്ങനൊരു ചതി എന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു. നീ എന്തറിഞ്ഞിട്ടാടി പറയുന്നേ? എന്നെ താറടിച്ച് കട്ടാനേ ഇവൾ എന്ത് പരദൂഷണം പറഞ്ഞുണ്ടാക്കും. അതൊക്കെ കേട്ട് നീ എന്റെ അടുത്ത് കുരയ്ക്കാൻ വന്നാലുണ്ടല്ലോ എടി, അതോടെ എന്റെ മോന്റെ കൂടെയുള്ള ജീവിതം തീരും നിന്റെ. ആ, നിങ്ങൾ പ്രതിഭയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ചെയ്ത കാര്യങ്ങളൊന്നും ഇതുവരെ ഞങ്ങൾ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. അത് തെളിവ് സഹിതം പുറത്തു വിട്ടാ ആരുടെ ജീവിതം തീരാൻ പോന്നേ നമുക്ക് കാണാം. പേടിപ്പിക്കാൻ ലേഹ്യം കൊണ്ട് താടി. ഇത് ഞാൻ തരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇതിൽ എന്താ അടങ്ങിയിരിക്കുന്നെന്ന് കൂടി ഞാൻ ലാബിൽ കൊണ്ടുപോയി പരിശോധിപ്പിക്കുന്നുണ്ട്. തിരുവോണത്തിന് പ്രതിഭയെ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോവല്ലോ. കൊണ്ടുപോണം. ഇവളൊരു കുഞ്ഞിന് ജന്മം നൽകുന്നത് വരെ ഈ റിസൾട്ട് എന്റെ കയ്യിലുണ്ടാവും. ഇവൾക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ച അന്ന് ഞാനിത് പുറത്തുവിടും.
ഇല്ലടി, സുശീല നിനക്ക് മുന്നിൽ തോറ്റു തന്നോന്ന് നീ വിചാരിക്കണ്ട. എന്റെ കളി ഞാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. പ്രതിമ എവിടെ ഇരിക്കെ? ഞാൻ എടുത്തുതരാം. ഇരിക്കെ. പ്രതിഭയുടെ വീട്ടിൽ നിന്ന് സദ്യയും പായസമൊക്കെ കാണുന്നറിയാം. എന്നാലും ഇവിടുത്തെ അമ്മയുണ്ടാക്കി പായസം നീ ഒന്ന് കഴിച്ചു നോക്ക്. ദാ കഴിക്ക. സത്യടാ, എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയുണ്ട് സത്യേട്ടാ? എന്നോട് ചോദിക്കണം. ഇക്കാര്യത്തിൽ നമ്മുടെ അമ്മയുടെ കൈപുണ്യം എനിക്കറിയാവുന്നതല്ലേ. അമ്മ പായസം കുടിച്ചില്ലല്ലോ, കുറച്ചെടുക്കട്ടെ? ആ, എടുത്തോ. ഇതാണല്ലോ മധുരം കുടിക്കേണ്ട സമയം. ആ, നീ അവിടെ ഇരിക്ക പ്രതിഭേ. കാല്. ആ, നിന്റെ വീട്ടിൽ ഓണാഘോഷമൊക്കെ ഉണ്ടായിരുന്നോ? ചെറുതായിട്ട് പൂക്കളൊക്കെ ഇട്ട് സദ്യ ഉണ്ടായിരുന്നു. ഇന്ദ്രയുടെ വന്നില്ലേ അമ്മേ? അവന്റെ പേരിവിടെ പറഞ്ഞു പോരുത്. പൊങ്ങഞ്ഞു കൊള്ളി പുറത്ത്. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മ ഇത് കുടിക്ക്. ആര് ധിക്കരിച്ചാലും അവനെന്നെ ധിക്കരിച്ചു പോകാൻ പാടില്ലായിരുന്നു. ഇങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. സത്യ, വാ നമുക്ക് അപ്പുറത്തിരിക്കാം. ഇന്ദ്രേട്ടൻ പഞ്ചരത്നത്തിൽ പോയത് അമ്മ വിഷയാക്കുന്ന ലക്ഷണമാണല്ലോ സത്യ. ഏയ്, ഈ പറയുന്നതൊക്കെ ഉള്ളൂ. ഇന്ദ്രേട്ടനെ കാണുമ്പോ അമ്മയുടെ മനസ്സ് തണുക്കും. ഏയ്, എനിക്ക് തോന്നുന്നില്ല. അമ്മയുടെ മനസ്സിൽ കാര്യമായി എന്തൊക്കെയോ കണക്കൂട്ടലുകളുണ്ട്. സോനെ, മോളുണെന്നും തോന്നുന്നു. ഞാൻ നോക്കാം. സോനെ, ഞാൻ പോയി നോക്കിക്കോളാം. അതെന്തിനാ? നീ അവിടെ ഇരിക്കേ. സോനയുടെ കുഞ്ഞിനെ സോന നോക്കിക്കോളൂ. ഉറക്കം തെളിഞ്ഞ അവക്ക് എന്നെ കണ്ടില്ലെങ്കിൽ വലിയ ആശയാ. ഞാൻ നോക്കിക്കോളാം. നിനക്കെന്താ പ്രതിഭേ എന്റെ മുമ്പിൽ ഇരിക്കാനൊരു പേടി പോലെ? പേടി എന്തിനാ അമ്മ? എനിക്ക് അമ്മയെ ബഹുമാനേ ഉള്ളൂ, പേടിയൊന്നുമില്ല. എന്നാലേ നീ ഇനി മുതൽ എന്നെ പേടിക്കണം മോളെ. ഇവിടെ നിന്നെ സഹായിക്കാൻ അനുപമയൊന്നും വരില്ല. അവളെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചു വിടാൻ പോവാ ഞാൻ. എന്റെ മൂത്ത മരുമോള് ഇതുവരെ എന്റെ മുമ്പിൽ തോറ്റിട്ടേ ഉള്ളൂ. എന്നാലിപ്പോ നിന്നെ മുമ്പിൽ നിർത്തി അവൾ എന്നോട് മത്സരിക്കുക, എന്നോട് ജയിക്കാൻ വേണ്ടി. ആ, എനിക്ക് അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പറ്റൂടി? നീ ഇവിടെ നിൽക്കുമ്പോ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ആയുസ് എന്റെ കയ്യിലാ. അനുപമ വിചാരിച്ചാലൊന്നും ഇനി അതിനെ രക്ഷിക്കാൻ കഴിയില്ലടി. അതുകൊണ്ട് നീ ഇനി നല്ലോണം സൂക്ഷിച്ചു. ആ പായസം മുഴുവൻ കുടിക്ക് പ്രതിഭേ. അതിലൊന്നുമില്ല, നീ പേടിക്കണ്ട. ഞാനും കുടിച്ചതല്ലേ. പിന്നെ വേറൊരു കാര്യം, ഞാൻ സംസാരിച്ചത് നമ്മുടെ മനസ്സിൽ വെച്ചാൽ മതി. അതൊക്കെ നീ സത്യനോട് പറയാൻ പോയാ അവൻ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിന്നെ ഉടനെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവിടുകയുള്ളൂ. ഹാ, എന്നാ പിന്നെ ശരി, മോൾ ആലോചിച്ച് വേണ്ടത് ചെയ്യേ.